ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്, ഒരു കൺഫർമേഷൻ്റെ വിവരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, 30/12/2023 കാറ്റഗറി നമ്പർ 651/2023 എന്ന നമ്പറിൽ വന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്മാൻ എന്ന തസ്തികയുടെ കൺഫർമേഷൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നു. അതായത് 22/9/2024 മുതൽ 11/10/2024 വരെയാണ് ഇതിനുള്ള സമയം PSC അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയം കഴിയാതെ എത്രയും പെട്ടെന്ന് നിങ്ങളിത് ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും PSCയിൽ പുതുതായിട്ട് നിങ്ങളുടെ പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തന്നെ അതിൽ കയറി നിങ്ങളുടെ പാസ്വേഡൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് പുതിയ രീതിയിലുള്ള പാസ്വേഡിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറി തയ്യാറെടുത്ത് നിൽക്കുക. ഇപ്പോൾ കയറുന്നതിന് ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. നിങ്ങൾ PSCയുടെ സൈറ്റിലേക്ക് കയറുമ്പോൾ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ഇമെയിലിലോ ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് സൈറ്റിലേക്ക് ഇപ്പോൾ കയറാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം വീണ്ടും നിങ്ങൾ കൺഫർമേഷൻ നൽകുമ്പോഴും ഇതേ പ്രൊസീജിയർ തന്നെയാണ്. കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം OTP ഫോണിലോ അല്ലെങ്കിൽ മെയിലിലോ വരുന്ന OTP എൻ്റർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതും പ്രൊസീഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് നിലവിൽ PSCയുടെ എല്ലാ മൂവ്മെൻറ്റുകളിലും നമുക്ക് OTPയുടെ പ്രസൻസ് വളരെ കൂടുതലായിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ അന്ന് കൊടുത്ത മൊബൈൽ നമ്പറുകൾ ഇല്ലാത്തവരും മെയിൽ ID റിക്കവർ ചെയ്യാൻ പറ്റാത്തവരൊക്കെ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. കാരണം സമയത്ത് നമ്മളിതിന് ബുദ്ധിമുട്ടാൻ നിൽക്കരുത്. ആദ്യം തന്നെ ഈ ഡേറ്റിൻ്റെ ആദ്യം തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു പൊതുവായൊരു കാര്യമാണ്. അല്ലെങ്കിൽ അത് അവസാന നിമിഷം ഒരു ടെൻഷനുള്ളൊരു കാരണമായിട്ട് മാറും. നമ്മൾ നോക്കിയാൽ മതി, PSCയിൽ തന്നെ നിരവധി ആൾക്കാരാണ് കൺഫർമേഷൻ കൊടുക്കാത്തത് നമുക്ക് കാണാൻ പറ്റും. അതായത് മൊത്തം ഉദ്യോഗാർത്ഥികളുടെ ഏതാണ്ട് 20% മുതൽ 50% വരെ കൺഫർമേഷൻ കൊടുക്കാത്തത് കാണുന്നുണ്ട്. അപ്പം ആ ഒരു പ്രശ്നം പലപ്പോഴും ഇത്തരത്തിൽ ഉണ്ടാവുന്നതാണ്. ഒന്നറിയാതെ പോകുന്നത്, രണ്ട് ഇത്തരത്തിലുള്ള അക്കൗണ്ട് റിക്കവർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം ആൾക്കാർ വീണ്ടും ശ്രമിക്കാതെ പോകുന്നതൊക്കെയാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ തന്നെ അതിനുള്ള നടപടികൾ എടുത്തു തുടങ്ങുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഈ സിലബസിലേക്ക് ഒന്ന് പോകാം. ചെറിയ ചില വ്യത്യാസങ്ങൾ സാധാരണഗതിയിലുള്ള സിവിൽ ബാക്ക്ഗ്രൗണ്ടുള്ള എക്സാമിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ 10 മൊഡ്യൂളുകളാണ്. ഇതിൽ തന്നെ എലമെൻറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് പൊതുവെ സിവിൽ സ്ട്രീമിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നിലവിലുള്ള സിവിൽ എക്സാമുകളിൽ കുറച്ചൊന്ന് മാറിയിട്ടുണ്ടാകും. രണ്ടാമത്തത് ആർക്കിടെക്ചറൽ സ്പേസ് ആൻഡ് ഡിസൈൻ മെത്തഡോളജിയും കുറച്ച് വ്യത്യാസമുള്ളതാണ്. അതും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് എഫർട്ട് ഇട്ടാൽ ഒന്ന് ഓവർകം ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ പ്ലാനിങ് ആൻഡ് ഡിസൈൻ എന്നത് പിന്നീട് അടുത്തതായിട്ട് ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ. ഏതാണ്ട് ഈ ഒരു 4 മൊഡ്യൂളുകളാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ ഈ ഒരു ഡിഫറൻസ് വരുന്നത്. അതായത് ഒന്നാമത്തെ മൊഡ്യൂളിൽ എലമെൻറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ആർക്കിടെക്ചറും, രണ്ടാമത്തേൽ ആർക്കിടെക്ചറൽ സ്പേസ് ആൻഡ് ഡിസൈൻ മെത്തഡോളജിയും, ഏഴാമതായിട്ട് വരുന്ന സസ്റ്റൈനബിൾ പ്ലാനിങ് ആൻഡ് ഡിസൈനും, 9ാമതായിട്ട് വരുന്ന ഹിസ്റ്ററി ഓഫ് ആർക്കിടെക്ചർ. ഇത്രയും പേപ്പറുകൾ മാത്രമാണ് നിലവിലുള്ള പരീക്ഷയ്ക്ക് നിന്ന് അധികമായിട്ട് നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടേണ്ടത്. അത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു മേഖലയൊന്നുമല്ല. അപ്പോൾ വളരെ കുറവാണ് നിങ്ങൾക്ക് എഫേർട്ട് ഇടേണ്ടി വരുന്നത്. അപ്പം ഇതൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഭാഗം കൂടി ശ്രമിച്ച് ഓവറോൾ ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് തന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ അറിയാമല്ലോ: ബേസിക്സ് ഓഫ് ഡ്രാഫ്റ്റിംഗ്, സർവേയിങ്, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ്. ഇത്രയും സബ്ജക്റ്റുകൾ ആസ് യൂഷ്വൽ ഉള്ളതുപോലെ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും തന്നെ അതിനകത്ത് നിങ്ങൾ എഫേർട്ട് ഇടേണ്ടതില്ല. നിങ്ങളുടെ നിലവിലുള്ള ആ ഒരു ലെവൽ വെച്ച് തന്നെ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ഈ ഒരു പരീക്ഷ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതായിരിക്കും. അപ്പം കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇനിയുള്ള ദിവസങ്ങൾ എക്സാമിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.